ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സുവിശേഷത്തിന്റെ മാഹാത്മ്യം. ഒരു കാലയളവ് പഞ്ചാബ് എന്ന് പറയപ്പെടുന്ന ഏറ്റവും ഇന്ത്യ മഹാരാജ്യത്തെ തന്നെ ഏറ്റവും അത്യുഷ്മമായ നിലവാരത്തിൽ നിന്നുകൊണ്ടിരുന്ന പഞ്ചാബ് എന്ന് പറയപ്പെടുന്ന ആ സ്റ്റേറ്റിനെ നമുക്കറിയാം. 5 നദികളുടെ രാജ്യമെന്നറിയപ്പെടുന്ന 5 നദികളുടെ പട്ടണം എന്നറിയപ്പെടുന്ന പഞ്ചാബ്. അവിടെ 6ാമതൊരു നദി ഒഴുകി ഖാലിസ്ഥാൻവാദികളുടെ തീവ്രവാദികളുടെ രക്തപ്പുഴയുടെ അഭികാമ്യമായ ആഴത്തിലുള്ള പുറംകൊള്ളുന്ന അനുഭവത്തിൽ രക്തവീജികൾ ഒരു പുറയായി വിരാജിക്കപ്പെട്ടു. പക്ഷെ കാലചക്രത്തിൽ കേരളക്കരയിൽ നിന്നും ഇന്ത്യയുടെ മഹാരാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങളെ പോലുള്ള മിഷനറിമാർ പഞ്ചാബിലേക്ക് കടന്നു എന്ന് പഞ്ചാബ് 6ാമത് 7ാമതൊരു നദിയൊഴുകി. അത് സുവിശേഷത്തിന്റെ വെള്ളക്കൊടി പാറിച്ച ഒരു നദിയാണ്. അതിനകത്ത് നിന്ന് ഒത്തിരിയായ മാറ്റങ്ങൾ സംഭവിച്ചു. ആ പട്ടണത്തെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ സുവിശേഷത്തിന്റെയും സമാധാനത്തിന്റെയും വെള്ളക്കൊടി പാറിച്ച ഏറ്റവും അഭികാമ്യമായ ഒരു സ്ഥലമായി മാറ്റപ്പെട്ടു. എന്താ പ്രിയമുള്ളവരെ കാരണം? ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ ആന്തരികമായ അനുഭവം. എന്താ സുവിശേഷം എന്ന് ചോദിച്ചാൽ മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും